വിഴിഞ്ഞത്തും കൊല്ലത്തുമായി 2 മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതെ പോയ സംഭവം വളരെയധികം ചർച്ചയായിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ കാലത്ത് ഒരുപാട് പേര് കടലിൽ കാണാതെ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ വിവാദമാക്കാൻ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ല. അവർ മര്യാദയാണ്. അപ്പോൾ പക്ഷേ ഇപ്പം എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം എന്തൊരു വിഷയം നടന്നാലും അതിലേക്ക് രാഷ്ട്രീയം കുത്തിക്കലർത്തുകയാണ്. എന്ത് വിഷയമായിക്കോട്ടെ. മാത്രമല്ല ചില ചാനലുകൾ അവർ അനുകൂലിക്കുന്ന ഇവരെ വീടുകളിൽ ചെന്ന് അവരെ വീട്ടുകാരെ കൊണ്ട് പരമാവധി അവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള സർക്കാരിനെ പറയിപ്പിക്കുക. അതിനൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ചില ഉദ്യോഗസ്ഥർ, അതായത് CPM-ന്റെ വാല് താങ്ങികളായിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥർ, അവർ മനഃപൂർവ്വം ഇതിലെല്ലാം വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും. ഇപ്പം ഈ പറയുന്ന കഴിഞ്ഞ ദിവസം രാജേഷ് എന്ന് പറയുന്ന ആ രക്ഷാപ്രവർത്തകൻ്റെ മൃതദേഹം ജീർണിച്ച നിലയിലാണ് വീട്ടിലെത്തിച്ചത്. അത് ഫ്രീസറില്ലാത്ത ആംബുലൻസിൽ കൊണ്ടുവന്നു. എല്ലായിടത്തും എന്താണ് സംഭവിച്ചത്? എല്ലായിടത്തും ഉദ്യോഗസ്ഥ വീഴ്ചകളാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കൊല്ലത്തും ഇതുപോലെ തന്നെ ഈ ഗൗതം കൃഷ്ണ, കരുനാഗപ്പള്ളിയിലെ ഗൗതം കൃഷ്ണ എന്ന് പറയുന്ന ഒരു യുവാവ്, ആ യുവാവിനെ കാണാതെ പോയി, തിരയിൽ കാണാതെ പോയി. അപ്പോൾ ആ മകൻ്റെ മൃതദേഹത്തിന് വേണ്ടി അമ്മ കരഞ്ഞു വിളിച്ച് അവർ വളരെ ക്ഷുഭിതയായിട്ട് പോലീസ് സ്റ്റേഷനിലും അവിടെ കഴിഞ്ഞ ദിവസം കളക്ടറും ഒക്കെ ചെന്നു. അങ്ങനെ വലിയ ഒരു നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ തെരച്ചിലിന് ഹെലികോപ്റ്റർ കൊണ്ടുവരാനുള്ള ഒരു നീക്കം ആരംഭിച്ചു. അതിനുവേണ്ടി അവിടെ ആ മാതാ അമൃതാനന്ദമയി മഠത്തിൽ പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് ഒരു ഹെലിപ്പാഡ് നിർമ്മിച്ചു. അതൊരു വലിയ കാര്യമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ജില്ലാ കളക്ടറൊക്കെ അവരെടുത്ത് മഠത്തോട് അപേക്ഷിച്ചിരുന്നു തോന്നുന്നു സജ്ജീകരണം ഒരുക്കി തരാൻ. അങ്ങനെയാണെങ്കിൽ അവർ തന്നെ അത് ചെയ്തു എന്നുള്ളിടത്താണ്. അമൃതാനന്ദമയി മഠം തന്നെ നേരിട്ട് ഇത് ഏറ്റെടുത്ത് ഒറ്റ രാത്രി കൊണ്ട് അവരത് ചെയ്തു എന്നുള്ളത് അവരെ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ആത്മീയ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സാമൂഹ്യപരമായ കാര്യങ്ങൾ, ഒരു മനുഷ്യരുടെ ആവശ്യം വന്നാൽ അടിയന്തരമായി ഞങ്ങളെ ഇതിൽ പെടുന്നതല്ലാന്ന് കരുതുന്ന ഒരുപാട് ആത്മീയ സ്ഥാപനങ്ങൾ നമ്മുടെ. പക്ഷേ അത് വളരെ കൃത്യമായി ഇത് മനുഷ്യൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങി. അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് അമൃതാനന്ദമയിയുടെ കോളേജിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. വളരെ പെട്ടെന്നാണ് ഇതിൻ്റെ സാധന സാമഗ്രികളൊക്കെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ സംഘടിപ്പിച്ച്, അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരുടെ വണ്ടിയിൽ തന്നെ, അമൃതാനന്ദമയി മഠത്തിലെ വണ്ടിയിൽ തന്നെ കൊണ്ടുവന്ന് അത് അവിടെ സ്ഥാപിച്ച് പെട്ടെന്ന് തന്നെ ഒരു ഹെലിപ്പാഡ് ഒരുക്കി. ഇന്റർലോക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. അതെ. അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിനും പരിമിതികളുണ്ട്. കേന്ദ്രത്തിൻ്റെ സഹായം കൂടി ആകുമ്പോഴേക്കും അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാം. ഇന്നലെ സതീശനൊരു വേദിയിൽ പൊട്ടിത്തെറിക്കേണ്ടി വന്നു. അദ്ദേഹം പറയുന്ന കഴിഞ്ഞ 9 ദിവസമായി ഈ കാണാതെ പോയവർക്ക് വേണ്ടി തെരച്ചിൽ നടക്കുകയാണ്. അതെ, മുതലപ്പൊഴിയിൽ പോയവരും ഈ പയ്യനും വേണ്ടി തെരച്ചിൽ നടക്കുകയാണ്. കടൽ പ്രക്ഷുബ്ധമാണ്. ഈ പറയുന്ന സ്കൂബ ഡൈവേഴ്സിന് പേടിയാണ്, ഇവിടെ ഇറങ്ങാൻ സ്കൂബ ഡൈവേഴ്സിന് പേടിയാണ്. പിന്നെ ഈ തദ്ദേശവാസികളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഇപ്പോഴും ഇവിടെ ഇറങ്ങുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവേഴ്സ് കടലിൽ മുങ്ങി പരിചയമുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അല്ലെ നേവിയുടെ സ്കൂബ ഡൈവേഴ്സ് വരണം. അത് ഈ ഫയർഫോഴ്സിന്റെ ആൾക്കാർക്ക് പുഴകളും അവിടെ ഇവിടെയൊക്കെ ചാടിയേ ചെയ്യാൻ പറ്റൂ. നേവിയുടെ സ്കൂബ ഡൈവേഴ്സിന് പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുള്ള, കടലിൽ തിരയാനുള്ള പരിശീലനം കിട്ടിയിട്ടുള്ളവരാണ്. എങ്കിൽ പോലും ഇത്രയും പ്രക്ഷുബ്ധമായ ഒരു കടലിൽ ഡോണർ വിമാനമൊക്കെ അവിടെ ചുറ്റും കടലിൽ മുകളിലൊക്കെ അവർ പറന്ന് നോക്കി എന്തെങ്കിലും നോക്കുന്നുണ്ട്. അത് ഇത്രയും പ്രക്ഷുബ്ധമായ തരത്തിൽ കടൽ കിടക്കുന്ന ഒരു അവസരത്തിൽ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ, പക്ഷെ അവിടെയും ഈ രാഷ്ട്രീയം കുത്തിക്കലർത്തുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് അമൃതാനന്ദമയി മഠം ഇത്രയും നല്ല ഒരു കാര്യത്തിൽ മഹത്തരമായ ഒരു കാര്യമാണ് മുന്നോട്ട് വന്നിരിക്കുന്നു. മാത്രമല്ല അവർ ഇതിനെ സംബന്ധിച്ച് അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ച് സോഷ്യൽ മീഡിയ ആരും വന്നിട്ടുമില്ല. ഞങ്ങളാണ് ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. ഒരു നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു സാമൂഹ്യ സേവനം ചെയ്താൽ അത് ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് അടിക്കുന്ന ഒരുപാട് ആൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ അവരാരും നമുക്ക് തന്നെ അറിയാവുന്ന, നമുക്ക് അടുപ്പമുള്ള നമ്മുടെ സഹപാഠികളായിട്ടുള്ള പലരും അമൃതമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അവരാരും തന്നെ സോഷ്യൽ മീഡിയയിൽ സംബന്ധിച്ച് പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവരൊക്കെ ഈ ശ്രമങ്ങളിൽ രാത്രി മുഴുവൻ നീണ്ടുനിന്ന ഈ അധ്വാനത്തിൽ അവരൊക്കെ പങ്കെടുത്തിരിക്കാം. പക്ഷെ ആരും എൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ എത്തിയിട്ടില്ല. ഇന്നലെ ഈ ഗൗതം കൃഷ്ണൻ്റെ മാതാവ് കഴിഞ്ഞ ദിവസം വളരെ വികാരാധീനായിട്ടാണ് അവർ പെരുമാറി, വികാരപരമായിട്ടാണ് അവർ പ്രതികരിച്ചത്. നമുക്ക് മനസ്സിലാവും, പറയാൻ പറ്റില്ല, അമ്മയാണ്, നമുക്കത് മനസ്സിലാവും, നമുക്ക് അവരുടെ ഇത്. പക്ഷെ ഇതൊക്കെ മുതലെടുക്കാൻ വേണ്ടി ചില ആൾക്കാർ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. എവിടെ ദുരന്തമുണ്ടോ അവിടെ എല്ലാം പോയി അതിന് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ സംഘം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ. അതെ, അതിപ്പം ഭരണം അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. 2 മാസം തികച്ചായിട്ടില്ല ഭരണകർത്താക്കളുടെ, അവരുടെ ആ മധുവിധു കാലം കഴിഞ്ഞിട്ടില്ല. അവർ അധികാരത്തിലേറിയതിൻ്റെ കാലം. അവർക്ക് പലർക്കും എന്താണ് തങ്ങളുടെ വകുപ്പ് എന്താണെന്നോ
തങ്ങളുടെ വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. എല്ലാം പുതുമുഖങ്ങളായിട്ടുള്ള മന്ത്രിമാരാണ്. അപ്പോൾ അത്തരക്കാരെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലേക്കാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദം പോകുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ശോചനീയമായ കാര്യം. ഒന്ന് ആലോചിച്ചോളുക, ഒരു ഭരണം വിലയിരുത്താൻ 2 മാസം മതിയോ? നേരെ തിരിച്ച് അവരാണ് ഭരിച്ചിരുന്നെങ്കിൽ അവർ തന്നെ ചോദിക്കും. അതെ, ഒരു ഭരണം നിലനിർത്താൻ 2 മാസം മതിയോ വിലയിരുത്താൻ? ആ ഒരു ഭരണം വന്നു, അതിൻ്റെ ബാലാരിഷ്ടതകളൊക്കെ നീങ്ങി അവരൊരു ട്രാക്കിലേക്ക് വരുന്നതേ ഉള്ളൂ. ദൗർഭാഗ്യവശാൽ അവർ ഭരണത്തിലേറി 1 മാസം കഴിയുമ്പോഴേക്കും വലിയ പ്രകൃതിക്ഷോഭങ്ങൾ കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരികയാണ്. ആ സമയത്ത് ആണ് ഈ വോട്ട് ചെയ്തിട്ടില്ല ഇവനൊക്കെ ചാകട്ടെ എന്നുള്ള മനോഭാവമുള്ള കുറേ അന്തം കമ്മികൾ പോസ്റ്റ് പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞാടുന്നു. അപ്പോൾ ഇതേ മനോഭാവമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ? ഈ ഇത്തരം സന്ദർഭങ്ങളിലാണ് ഈ അമൃതാനന്ദമയ മഠം പോലെയുള്ള സ്ഥാപനങ്ങൾ മാതൃകയാകുന്നത്. അവരെല്ലാവരും അത് മനുഷ്യൻ്റെ ഒരു ആവശ്യമാണ്. ആ മനുഷ്യർ കാണുന്നില്ല. കടലിൽ പോയവരെ തിരിച്ച് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ ജീവനോട് എങ്ങനെയെങ്കിലും കണ്ടെത്താൻ കഴിയാൻ എല്ലാവിധ സഹായങ്ങളും ഈ അമൃതാനന്ദമയ മഠത്തിൽ നിന്ന് ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ മഹത്തായ കാര്യമാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥാപനങ്ങളും, ആത്മീയ സ്ഥാപനം മാത്രമല്ല, അല്ലാത്ത എല്ലാ സ്ഥാപനങ്ങളും ഇത് കണ്ടുപഠിക്കണം. ഒറ്റ രാത്രി കൊണ്ട് ഹെലിപ്പാഡ് ഒരുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ നാട്ടിൽ പണ്ട് ഒരിക്കൽ പ്രസിഡന്റിന് അങ്ങനെ ഹെലിപ്പാഡ് ഒരുക്കി വലിയ വിവാദമായത് അത് വലിയ രസകരമായ സംഭവം. അതായത് ദ്രൗപദി മുർമു നമ്മുടെ രാഷ്ട്രപതി ശബരിമല ദർശനത്തിന് വരുന്നു. ആദ്യം നിലയ്ക്കലിലാണ് ഹെലിപ്പാഡ് റെഡിയാക്കിയത്. കാരണം പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല. അത് നിലയ്ക്കലാകുമ്പം പമ്പയ്ക്കും സന്നിധാനത്തിനും ഏറ്റവും അടുത്ത പ്രദേശമായതുകൊണ്ട് അവിടെ വന്ന് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് സുരക്ഷാ പ്രശ്നങ്ങളില്ല. ഇവിടുന്ന് ഇറങ്ങി നേരെ പെട്ടെന്ന് കുറച്ച് സമയത്തേക്ക് ഈ പമ്പയിലേക്കുള്ള റോഡൊന്ന് ബ്ലോക്ക് ചെയ്താൽ മതി, ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തലേന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റാത്ത വിധം മൂടൽ മഞ്ഞ് രൂപം കൊള്ളുന്നു. അപ്പം വരുന്നത് ആരാണ്? പ്രസിഡന്റാണ്. സുരക്ഷ അതീവ ഇതാണ്. അങ്ങനെയാണ് അവിടെ നിന്നും 80-90 കിലോമീറ്റർ ഇപ്പുറം പത്തനംതിട്ടയ്ക്ക് അടുത്ത് പിന്നെ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്, പ്രമാടം, രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം. ആ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് ഔട്ട്ഡോർ സ്റ്റേഡിയം ഉണ്ട്. ഈ ഔട്ട്ഡോർ സ്റ്റേഡിയത്തിലേക്ക് പെട്ടെന്ന് ഒരു ഇതുണ്ടാകും, ഹെലിപ്പാഡ് തട്ടിക്കൂട്ടും. ഈ ഹെലിപ്പാഡ് തട്ടിക്കൂട്ടി ഇത് രാത്രിയിലാണ്, 3 മണിക്കെങ്ങാണ്ടാണ് വെളുപ്പിനെ ഇത് കോൺക്രീറ്റ് ചെയ്ത് തീർക്കുന്നത്. 6 മണി 7 മണി ആകുമ്പോഴത്തേക്കാണ് ഈ പ്രസിഡന്റ് വന്ന് ഇറങ്ങുന്നത്. അവസാനം ഈ ഇറങ്ങിയ ഓട്ടത്തിൽ ഈ ഹെലികോപ്റ്ററിനകത്ത് അങ്ങ് താന്നുപോയി. അപ്പം അന്നാണ് നമ്മുടെ ജനീഷ് കുമാറിൻ്റെ ഏറ്റവും വലിയ സയൻറ്റിഫിക്കൽ കണ്ടുപിടുത്തം വന്നത്. താഴോട്ടാഞ്ഞിട്ടല്ലേ മേലോട്ട് പൊങ്ങുന്നത് എന്നുള്ള ആ ഒരു ചോദ്യമൊക്കെ വന്നത്. ചുമ്മാ ഹെലികോപ്റ്റർ എപ്പോഴും താഴേക്ക് പോയിട്ട് വേണമല്ലോ മേലോട്ട് പൊങ്ങാൻ എന്നുള്ള ആ സയൻറ്റിഫിക് വിശദീകരണം വരികയും ഈ ഹെലികോപ്റ്റർ വന്ന് താണിട്ട് ഇതിൻ്റെ ഈ ടയറുകൾ ഇതിനകത്ത് പൊതഞ്ഞുപോയി. അവസാനം പോലീസ് വന്നിട്ട് തള്ളി അവിടുന്ന് മാറ്റുകയാണ് ഉണ്ടായത്. അത്തരം ഒരു സംവിധാനമൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സർക്കാർ സംവിധാനങ്ങളെ പ്രവർത്തിച്ചിട്ട് ഇതാണ് അവസ്ഥ എന്നുള്ള ഒരു സ്ഥിതി ഉള്ളപ്പോൾ അമൃതാനന്ദമയ പോലുള്ള ഒരു സ്ഥാപനം പരമാവധി അവരുടെ കൂടെ സഹപ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അവരത് ചെയ്തു തീർത്തു. മാത്രമല്ല ഈ കാണാതായ ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ നാട് മുഴുവൻ ഒന്നിച്ച് ഒരു തെരച്ചിൽ നടത്തുമ്പോൾ അവരുടേതായ വലിയൊരു കോൺട്രിബ്യൂഷനാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും അവരുടെ ആ നടപടി ശ്ലാഘനീയമാണ്, പ്രശംസനീയമാണ്. അമൃതാനന്ദമയി മഠത്തിന് ഏറ്റവും അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരുപാടുണ്ട്. അതിൽ ഒരെണ്ണം കൂടി ആയി എന്ന് നമുക്ക് സന്തോഷത്തോടുകൂടി പറയാൻ സാധിക്കും. എല്ലാ അഭിനന്ദനങ്ങളും നമുക്ക് അവരെ അറിയിക്കാം. ഈ ഒരു വലിയൊരു യജ്ഞത്തിൽ അവർ വളരെ നിസ്വാർത്ഥമായി, അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഒരു കാര്യമില്ലാതെ, അവർക്കൊരു പ്രത്യേകിച്ച് ഏതെങ്കിലും ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന വലിയൊരു സേവനമായിട്ട് തന്നെ വേണം ഇതിനെ നമ്മൾ കണക്കാക്കാൻ.